അങ്കണവാടികളുടെ നിർമ്മാണത്തിനും നിരക്കിനും ഏകീകൃത രീതിയില്ല. തുക പല വിധത്തിൽ ചെലവഴിക്കുന്നു. സാധാരണ കരാറുകൾ ഈടാക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കാണ് നിർമ്മാണത്തിന് അനുവദിച്ചു നൽകുന്നത്. കുഴൂർ പഞ്ചായത്തിലെ വയലാറിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ 27.65 ലക്ഷം രൂപ അടങ്കൽ തുക നിശ്ചയിച്ച അംഗൻവാടി കെട്ടിടം 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 782 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ഇലക്ട്രിക്കൽ പണികൾക്ക് കുഴൂർ പഞ്ചായത്ത് പദ്ധതിയിൽ 75,364 രൂപ കൂടി ചെലവഴിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ പണികളടക്കം ചതുരശ്രയടിക്ക് 2,781 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. റീബിൽഡ് കേരളയുടെ പദ്ധതി ICDS നേരിട്ടാണ് നിർമ്മാണം നടത്തിയത്. പൊയ്യ പഞ്ചായത്തിലെ മണലിക്കാട് MP ഫണ്ടിൽ 12.20 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പണികൾക്ക് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 366 ചതുരശ്രയടി വിസ്തീർണത്തിൽ കെട്ടിട നിർമ്മാണത്തിന് 10.02 ലക്ഷം രൂപയാണ് കരാറുകാരന് നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് ജോലികളടക്കം ചതുരശ്രയടിക്ക് 3,000 രൂപയാണ് ചെലവ് വരുന്നത്. ലൈഫ് പദ്ധതിയിൽ 450 ചതുരശ്രയടി വീട് നിർമ്മാണത്തിന് 4 ലക്ഷം നൽകുന്ന സ്ഥാനത്താണ് 366 ചതുരശ്രയടിക്ക് ഇലക്ട്രിക്കൽ പണികൾ കൂടാതെ 10 ലക്ഷം ചെലവാക്കുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ ഒരേ മാനദണ്ഡങ്ങൾ ഇല്ലെന്നും ലഭ്യമാകുന്ന ഫണ്ട് അനുസരിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പാക്കുന്നത് എന്നുമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. TCV ന്യൂസ്, മാള.